2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ. ഉത്തരം, ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. രണ്ടാമത്തെ ചോദ്യം, ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിലെ ന്യായാധിപൻ എപ്രകാരമുള്ള മനുഷ്യനായിരുന്നു? ഉത്തരം, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ. മൂന്നാമത്തെ ചോദ്യം, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് ന്യായാധിപനോട് അപേക്ഷിച്ചിരുന്നത് ആര്? ഉത്തരം, ഒരു വിധവ. നാലാമത്തെ ചോദ്യം, പട്ടണത്തിലെ ന്യായാധിപൻ്റെ അടുത്ത് ഒരു വിധവ വന്ന് അപേക്ഷിച്ചിരുന്നത് എന്ത്? ഉത്തരം, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ. അഞ്ചാമത്തെ ചോദ്യം, ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കും എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട്? ഉത്തരം, ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്. ആറാമത്തെ ചോദ്യം, ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ എന്തു ചെയ്തേക്കാം എന്നാണ് ന്യായാധിപൻ ചിന്തിച്ചത്? ഉത്തരം, കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. ഏഴാമത്തെ ചോദ്യം, ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിലെ ന്യായാധിപനെ കർത്താവ് വിശേഷിപ്പിച്ചതെങ്ങനെ? ഉത്തരം, നീതിരഹിതൻ. എട്ടാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ എന്ന് കർത്താവ് പറഞ്ഞത് ഏത് ഉപമ പറഞ്ഞതിന് ശേഷമാണ്? ഉത്തരം, ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. ഒൻപതാമത്തെ ചോദ്യം, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ. ഉത്തരം, ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. പത്താമത്തെ ചോദ്യം, യേശു പറഞ്ഞ ഉപമയിലെ ഫരിസേയൻ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ മറ്റാരെ പോലെയോ അല്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം, ചുങ്കക്കാരനെ പോലെയോ. 11ാമത്തെ ചോദ്യം, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞതാര്? ഉത്തരം, ഫരിസേയൻ. 12ാമത്തെ ചോദ്യം, ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചതാര്? ഉത്തരം, ചുങ്കക്കാരൻ. 13ാമത്തെ ചോദ്യം, ചുങ്കക്കാരൻ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്. 14ാമത്തെ ചോദ്യം, ആരാണ് കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ചുങ്കക്കാരൻ. 15ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? ഉത്തരം, അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. 16ാമത്തെ ചോദ്യം, ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചതാരെല്ലാം? ഉത്തരം, ശിഷ്യന്മാർ. 17ാമത്തെ ചോദ്യം, തൻ്റെ അടുത്തേക്ക് ശിശുക്കളെ കൊണ്ടുവന്നവരെ ശിഷ്യന്മാർ ശകാരിച്ചപ്പോൾ യേശു പറഞ്ഞതെന്ത്? ഉത്തരം, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. 18ാമത്തെ ചോദ്യം, ദൈവരാജ്യം ആരെ പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ശിശുക്കളെ പോലെയുള്ളവരുടേത്. 19ാമത്തെ ചോദ്യം, ആരെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ശിശുവിനെ പോലെ. 20ാമത്തെ ചോദ്യം, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം, ഒരു അധികാരി. 21ാമത്തെ ചോദ്യം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച അധികാരി യേശുവിനെ സംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം, നല്ലവനായ ഗുരു. 22ാമത്തെ ചോദ്യം, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച അധികാരിയോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? 23ാമത്തെ ചോദ്യം, ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല, ആര് ആരോട് പറഞ്ഞു? ഉത്തരം, യേശു അധികാരിയോട്. 24ാമത്തെ ചോദ്യം, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് അധികാരിയോട് പറഞ്ഞുകൊണ്ട് യേശു
എത്ര കൽപ്പനകൾ പറയുന്നുണ്ട്? ഉത്തരം 5. 25-ാമത്തെ ചോദ്യം, ചെറുപ്പം മുതലേ എന്തെല്ലാം പാലിച്ചിട്ടുണ്ട് എന്നാണ് അധികാരി യേശുവിനോട് മറുപടിയായി പറഞ്ഞത്? ഉത്തരം പ്രമാണങ്ങൾ. 26-ാമത്തെ ചോദ്യം, ഇനിയും നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് യേശു അധികാരിയോട് പറഞ്ഞതെന്ത്? ഉത്തരം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. 27-ാമത്തെ ചോദ്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നിനക്ക് എന്തുണ്ടാകുമെന്നാണ് യേശു അധികാരിയോട് പറഞ്ഞത്? ഉത്തരം സ്വർഗത്തിൽ നിക്ഷേപം. 28-ാമത്തെ ചോദ്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്തു ചെയ്യാനാണ് യേശു അധികാരിയോട് പറഞ്ഞത്? ഉത്തരം വന്ന് എന്നെ അനുഗമിക്കുക. 29-ാമത്തെ ചോദ്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അധികാരി വളരെയധികം വ്യസനിച്ചതിന് കാരണം? ഉത്തരം അവൻ വലിയ ധനികനായിരുന്നു. 30-ാമത്തെ ചോദ്യം, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമെന്ന് യേശു പറഞ്ഞത് ആരെ നോക്കിക്കൊണ്ടാണ്? ഉത്തരം ധനികനായ അധികാരിയെ. 31-ാമത്തെ ചോദ്യം, ധനികൻ എവിടെ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ദൈവരാജ്യത്തിൽ. 32-ാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയുമെന്ന് ചിലർ യേശുവിനോട് ചോദിച്ചത് എപ്പോഴാണ്? ഉത്തരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ. 33-ാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയും എന്ന ചിലരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനു സാധ്യമാണ്. 34-ാമത്തെ ചോദ്യം, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ? ഉത്തരം പത്രോസ്. 35-ാമത്തെ ചോദ്യം, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ ഡാഷ് ലഭിക്കാതിരിക്കുകയില്ല? ഉത്തരം അനേക മടങ്ങ്. 36-ാമത്തെ ചോദ്യം, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവർക്ക് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുമെന്ന് പറയുന്നത് എന്ത്? ഉത്തരം നിത്യജീവൻ. 37-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം 12 ശിഷ്യന്മാരോട്. 38-ാമത്തെ ചോദ്യം, മനുഷ്യപുത്രനെപ്പറ്റി ആരു വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം പ്രവാചകന്മാർ വഴി. 39-ാമത്തെ ചോദ്യം, അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. അവൻ ആര്? ഉത്തരം മനുഷ്യപുത്രൻ. 40-ാമത്തെ ചോദ്യം, ആരാണ് മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വിജാതിയർ. 41-ാമത്തെ ചോദ്യം, വിജാതിയർ മനുഷ്യപുത്രനെ എന്തെല്ലാം ചെയ്യും എന്നാണ് യേശു 12 ശിഷ്യരോടും പറഞ്ഞത്? ഉത്തരം പരിഹസിക്കുകയും അപമാനിക്കുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 42-ാമത്തെ ചോദ്യം, യേശു ഏതു സ്ഥലത്തെ സമീപിച്ചപ്പോഴാണ് ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നത്? ഉത്തരം ജെറീക്കോ. 43-ാമത്തെ ചോദ്യം, ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്ന കുരുടൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ത്? ഉത്തരം നസ്രായനായ യേശു കടന്നു പോകുന്നു. 44-ാമത്തെ ചോദ്യം, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ച കുരുടൻ പറഞ്ഞതെന്ത്? ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. 45-ാമത്തെ ചോദ്യം, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് കുരുടൻ വിളിച്ചു പറഞ്ഞപ്പോൾ മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ എന്തു പറഞ്ഞാണ് അവനെ ശകാരിച്ചത്? ഉത്തരം നിശബ്ദനായിരിക്കാൻ. 46-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന കുരുടനോട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 47-ാമത്തെ ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് കുരുടനായ മനുഷ്യൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. 48-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന കുരുടനായ മനുഷ്യനോട് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ യേശു
എന്താണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്? ഉത്തരം നിന്റെ വിശ്വാസം. 49-ാമത്തെ ചോദ്യം, കാഴ്ച വീണ്ടു കിട്ടിയ കുരുടൻ ചെയ്തതെന്ത്? ഉത്തരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി.